നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാർ പട്ടികജാതി ദ്രോഹ നയങ്ങൾ സ്വീകരിക്കുന്നുവെന്നാരോപിച്ച് പട്ടികജാതി വികസന കോർപ്പറേഷൻ ഓഫീസിലേക്ക് പട്ടികജാതി മോർച്ച പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പീച്ചി മേഖലയിൽ വീണ്ടും ഭൂമിക്കടിയിൽ നിന്ന് വലിയ മുഴക്കം കേട്ടതായി നാട്ടുകാർ. പള്ളിക്കുന്ന്, തെക്കേക്കുളം, ജണ്ടമുക്ക് എന്നീ പ്രദേശങ്ങളിലാണ് തുടർചലനം പ്രകടമായത്. നെന്മണിക്കര മടവാക്കരയിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് പിതാവിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ മകൻ അറസ്റ്റിൽ. മടവാക്കര പുലിയടത്തുപറമ്പിൽ കൃഷ്ണനാണ് കൊല്ലപ്പെട്ടത്. കൃഷ്ണന്റെ ഇളയ മകൻ രാധാകൃഷ്ണനാണ് അറസ്റ്റിലായത്. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ അതിരപ്പള്ളി ഡിവിഷനിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടി ഷെഡിന് മുകളിലേക്ക് കാട്ടാനകൾ എണ്ണപ്പന മറിച്ചിട്ടു. ഷെഡ് ഭാഗികമായി തകർന്നു. സമീപത്തെ സോളാർ ഫെൻസിംഗ് തകർത്താണ് ആനക്കൂട്ടം എണ്ണപ്പന തോട്ടത്തിലേക്ക് കടന്നത്. കാറളം കിഴുത്താണിയിൽ നിയന്ത്രണം വിട്ട കാർ ടൈലറിംഗ് കടയിലേക്ക് പാഞ്ഞുകയറിയ അപകടത്തിൽ ആർക്കും പരിക്കില്ല. കിഴുത്താണി സെന്ററിൽ പ്രവർത്തിക്കുന്ന കിഴുത്താണി സ്വദേശി വെട്ടിയാട്ടിൽ അതിരുതന്റെ ടൈലറിംഗ് ഷോപ്പിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. യുവതലമുറയെ നശിപ്പിക്കുന്ന മയക്കുമരുന്നിനെതിരെ റോട്ടറി ക്ലബ്ബ് ഓഫ് തൃശൂർ എലൈറ്റ് തൃശൂർ സിറ്റി പോലീസിന്റെയും കോർപ്പറേഷന്റെയും സഹകരണത്തോടെ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കും. വെള്ളിയാഴ്ച രാവിലെ തെക്കേ ഗോപുരനടയിൽ റോട്ടറി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ TR വിജയകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കൂഴൂരിൽ മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനം കുത്തി തുറന്നു മോഷണം. ജാതിപത്രി, ജാതിപരിപ്പ് തുടങ്ങിയവയാണ് നഷ്ടപ്പെട്ടത്. 2 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കേരള കർഷക സംഘം ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. ഇന്ത്യ അമേരിക്ക സ്വതന്ത്ര വ്യാപാര കരാറിൽ നിന്നും കേന്ദ്ര സർക്കാർ പിൻവാങ്ങുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കേരള കർഷക സംഘം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ പെരിഞ്ഞനത്ത് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. കേരള കർഷക സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PI സജിത ഉദ്ഘാടനം ചെയ്തു. ഡൽഹിയിൽ കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ നടന്ന പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റി പ്രകടനം നടത്തി. പ്രസിഡന്റ് ഹസൻ വില്ലത്ത്, നേതാക്കളായ AB പ്രിൻസ്, ബെന്നി തൊണ്ടുങ്ങൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് PDP തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. PDP തൃശൂർ ജില്ലാ നേതാവ് ജെൻസൺ ആലപ്പാട്ട് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നീറ്റ് പരീക്ഷയുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DYFI പ്രവർത്തകർ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധ സമരം SFI ജില്ലാ സെക്രട്ടറി T അഭിജിത്ത് ഉദ്ഘാടനം ചെയ്തു. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിൽ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആന്റോ തൊറയൻ, കോൺഗ്രസ് നേതാക്കളായ MK ചന്ദ്രൻ, EM ബഷീർ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച CPI നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. DYFI ഇരിങ്ങാലക്കുട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൊവിനോ തോമസിന്റെ വീട്ടിലേക്ക് ഐക്യദാർഢ്യ മാർച്ച് സംഘടിപ്പിച്ചു. DYFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി C ധനുഷ് കുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രാപിന്നി ഹൈസ്കൂൾ റോഡിൽ കാനയ്ക്ക് മുകളിലെ സ്ലാബ് ഇല്ലാത്ത ഭാഗത്ത് വാഹനങ്ങൾ കുടുങ്ങുന്നത് പതിവാകുന്നു. ചന്ദ്രാപിന്നി ശ്രീമുരുകൻ തിയേറ്ററിന് കിഴക്കുഭാഗത്തുള്ള റോഡരികിലെ കാനയാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. വൈദ്യുതി വിളക്കുകൾ പ്രകാശിക്കാത്തതിനാൽ ചേറ്റുവ പാലത്തിൽ അപകട ഭീഷണി. നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായില്ലെന്ന് നാട്ടുകാർ. എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് LP സ്കൂളിൽ ചാന്ദ്രദിനം സംഘടിപ്പിച്ചു. ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള വിക്ഷേപണ പ്രദർശനത്തോടുകൂടി ഡിവിഷൻ കൗൺസിലർ സുമേഷ് ഉദ്ഘാടനം ചെയ്തു. 4ാമത് മതിലകം പടിയൂർ പൈതൃകം ജലോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. പള്ളിവളവിൽ നടന്ന ചടങ്ങിൽ KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. മുണ്ടൂർ സെന്റ് മേരീസ് LP സ്കൂളിലെ LSS വിജയികളായ വിദ്യാർത്ഥികളെ ആദരിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രധാന അധ്യാപിക സിസ്റ്റർ അൻസിറ്റ റോസ് അധ്യക്ഷത വഹിച്ചു. മുണ്ടത്തിക്കോട് NSS VHS സ്കൂളിൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ അസംബ്ലി നടത്തി. പ്രധാന അധ്യാപിക വീണ വേണുഗോപാൽ, സയൻസ് അധ്യാപകരായ ശുഭ T, മീര ഗോപാൽ എന്നിവർ സംസാരിച്ചു.
കുട്ടനെല്ലൂർ സെന്റ് ജൂഡ് ലത്തീൻ പള്ളിയിലെ വിശുദ്ധ യുദാദേവൂസിന്റെ നവവാര വ്യാഴാഴ്ച തിരുകർമ്മങ്ങൾക്ക് തുടക്കമായി. വികാരി ഫാദർ ഷിബിൻ കൂലിയത്ത് കാർമ്മികത്വം വഹിച്ചു. ഒക്ടോബർ 1-നാണ് ഊട്ടുതിരുനാൾ. BMS സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി മേഖലയിലെ 75 സ്ഥലങ്ങളിൽ പതാക ഉയർത്തി. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് യൂണിറ്റിൽ ജില്ലാ ട്രഷറർ വിപിൻ മംഗലം പതാക ഉയർത്തി. പുന്നംപറമ്പ് മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിനു കീഴിലെ വീരോലിപ്പാടം സെന്റ് അൽഫോൺസ കുടുംബ കൂട്ടായ്മയുടെ വാർഷികം ആഘോഷിച്ചു. വികാരി ഫാദർ ജോജോ എടത്തുരുത്തി ഉദ്ഘാടനം ചെയ്തു. കോണത്തുകുന്ന് കൊടക്കാപ്പറമ്പ് മഹാദേവ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ആനയൂട്ട് നടത്തി. മേൽശാന്തി മേച്ചേരിമന സുനിൽ ഗജപൂജ നടത്തി. ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആം ആദ്മി പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ഏകദിന കൂട്ടുപവാസം സംഘടിപ്പിച്ചു. പാർട്ടി സംസ്ഥാന യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിതിൻ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരിയിൽ വിദ്യാർത്ഥിനിയോട് സ്വകാര്യ ബസ് ജീവനക്കാരുടെ അതിക്രമം. ബസ്സിൽ കയറിയ +1 വിദ്യാർത്ഥിനിയെ കയ്യിൽ പിടിച്ച ബലമായി പുറത്തേക്ക് തള്ളിയിറക്കിയതായി പരാതി. രാമവർമ്മപുരം VHSE സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയും പരുത്തിപ്ര സ്വദേശിനിയുമായ നിദ ഫാത്തിമയ്ക്കാണ് ദുരനുഭവമുണ്ടായത്. ചെമ്മന്തട്ട മഹാദേവ ക്ഷേത്രത്തിൽ ആനയൂട്ട് നടത്തി. തന്ത്രി കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കണ്ടാണശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഭിന്നശേഷിക്കാരനായ ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ച് ടിക്കറ്റുകൾ കവർന്നു. പടിഞ്ഞാറ് നടയിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന ബ്രഹ്മകുളം സ്വദേശി മേലെടുത്ത് ഗിരീഷിന്റെ ടിക്കറ്റുകളാണ് കവർന്നത്. BMS കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 72ാം സ്ഥാപക ദിനം ആഘോഷിച്ചു. കൊടകര സെന്ററിൽ നടന്ന പരിപാടി BMS സംസ്ഥാന സമിതി അംഗം TC സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. ഡൽഹിയിലെ പോലീസ് നടപടിക്കെതിരെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഈസ്റ്റ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി. തൃശൂർ വൈദ്യുത ഭവനിൽ നടന്ന പ്രതിഷേധത്തിൽ സംഘടന തൃശൂർ ഈസ്റ്റ് ഡിവിഷൻ പ്രസിഡന്റ് MK സുരേഷ് കുമാർ, ജില്ലാ സെക്രട്ടറി KL ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. തുടർപഠന പദ്ധതിയുടെ ഭാഗമായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാതലത്തിൽ ബോധവൽക്കരണ സെമിനാർ നടന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. 1 മിനിറ്റ് 53 സെക്കൻഡ് കൊണ്ട് 35 അന്താരാഷ്ട്ര വാഹന നിർമ്മാണ കമ്പനികളുടെ ലോഗോ ഫ്ലാഷ് കാർഡ് നോക്കി തിരിച്ചറിഞ്ഞതിനുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് വയസ്സ് 8 മാസം പ്രായമുള്ള കുട്ടിക്ക് ലഭിച്ചു. വിയത്ത് വൈഷ്ണവ് അപ്സര ദമ്പതികളുടെ മകൻ നിനവ് വൈഷ്ണവാണ് ചരിത്രത്തിൽ ഇടം നേടിയത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.